പന്തുകളെ കീഴടക്കിയ ഒരു യുഗത്തിന്റെ സ്പിൻ രാജാവായി തിളങ്ങിയ രവിചന്ദ്രൻ അശ്വിൻ എന്ന മനുഷ്യൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തന്റെ നീണ്ട ഇന്നിംഗ്സിന് അവസാനമിട്ട് 22 വാരയിൽ നിന്നും മടങ്ങുകയാണ്. ഇനി അയാൾ മനോഹര ക്രിക്കറ്റ് ഓർമ്മകളുടെ പുസ്തകത്തിലെ ഒരു അധ്യായം മാത്രം. ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ തിളക്കമാർന്ന വേദിയിൽ വെച്ച് രോഹിത് ശർമ്മയ്ക്കൊപ്പം നിന്ന് അദ്ദേഹം തന്റെ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിഹാസം എന്ന വാക്കിൽ കുറഞ്ഞ ഒറ്റ വിശേഷണവും രവി അശ്വിൻ എന്ന തമിഴ്നാട്ടുകാരന്റെ പേരിനൊപ്പം നമുക്ക് ചേർത്ത് പറയാനാവില്ല. 106 ടെസ്റ്റുകളിൽ നിന്നായി 537 വിക്കറ്റുകൾ. കൈവിരലിന്റെ മാന്ത്രികത കൊണ്ട് എതിരാളികളെ കറക്കി വീഴ്ത്തിയതുപോലെ തന്നെ ആവശ്യഘട്ടങ്ങളിൽ അശ്വിന്റെ ബാറ്റിംഗ് പാടവവും ഇന്ത്യയുടെ രക്ഷയ്ക്കെത്തി. ടെസ്റ്റിൽ 6 സെഞ്ചുറികൾ, ആകെ 3503 റൺസ്. ബാറ്റും പന്തും ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന അപൂർവം സ്പിന്നർമാരിൽ ഒരാളായിരുന്നു അശ്വിൻ. 2010 ജൂണിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് കാലെടുത്ത് വെച്ച രവി അശ്വിൻ 2011 ലോകകപ്പ് നേടിയ ഇന്ത്യൻ സംഘത്തിന്റെയും ഭാഗമായി. ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദ സീരീസ് പുരസ്കാരം നേടിയ താരമെന്ന നേട്ടം അദ്ദേഹത്തിന്റെ മികവ് എത്രത്തോളം ഉണ്ടെന്ന് വിളിച്ചോതുന്നു. അനിൽ കുംബ്ലെയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ ബൗളറും മറ്റാരുമല്ല. എന്നാൽ ഇന്ന് ഒരു യുഗത്തിന് വിരാമമായിരിക്കുന്നു. എതിരാളിയെ വെള്ളം കുടിപ്പിക്കുന്ന അശ്വിന്റെ ഓരോ പന്തും, ഓരോ വിക്കറ്റും, ഓരോ റണ്ണും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരുടെ ഹൃദയങ്ങളിൽ എന്നെന്നും ആവേശത്തോടെ ഉണ്ടാവുമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇന്ത്യൻ സ്പിൻ ഇതിഹാസത്തിന് സ്നേഹാദരങ്ങളോടെ, നന്ദിയോടെ വിട.